ഓക്കെ. സ്റ്റാർട്ടിങ് സാൻഡി പ്ലേയിങ് റേഷ്, അറ്റാക്കിംഗ് സാമ്രാജ്യം, ഡിഫെൻഡിങ് KTM കൺഫേം. ഓക്കെ, അപ്പോൾ വോക്ക് സ്റ്റാർട്ടിങ് KTM ഡിഫെൻഡിങ്ങും അറ്റാക്കിങ് SMG ആണ്. ഇന്നലെ നൈസായിട്ട് SMG ക്യാപ്ചറിങ് എത്തിയായിരുന്നു, പക്ഷേ ക്യാപ്ചറിങ് എത്തല്ലേ, ഹാഫ് ടൈം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റോ 30 മിനിറ്റോ 30 സെക്കൻഡ്സോ ഉള്ളപ്പോഴാണ് ഇന്നലെ മറ്റേ ഡീഡോസോള് കത്തിച്ചത്. അപ്പം ഇന്ന് റീമാച്ച് ആണ്. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, 30 സെക്കൻഡ്സ് ആയി. അത് കയറി, ഇവിടെ കയറി. ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ആ മോടി കയറാൻ നോക്കിയാവണ്, പറ്റിയില്ല, തിരിച്ചു ചാടി. ഓക്കെ, ഗ്രീൻ സോൺ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ സെയിം തന്നെയാണോ ഇവർ മുൻകൂട്ടി കണ്ടാവുണ്ട് കേട്ടോ ഇന്നലത്തെ കാര്യത്തിൽ. ഇവിടെ കൂടുതൽ ആൾ നിൽക്കുന്നുണ്ട്. SMG ഏറെക്കുറെ ഒരു സെയിം സ്ട്രാറ്റജിയാണ്, പക്ഷെ KTM ഒന്ന് മാറ്റി കളിച്ചിട്ടുണ്ട്. ഓ, സൺലൈറ്റിന് ചെറിയ ഹിറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന വേറെ അടിക്കുന്നത് പേടി വന്നു. ഫ്ലൈറ്റിൻ്റെ അകത്ത് ആരുമില്ലേ? ഓ, ഹൈസന്റെ പൊസിഷനാണ്. ഹൈസൻ, ഗോഡ് ഹൈസൻ. മെർലിൻ എവിടെ? മെർലിന് ഓക്കെ, ഓഗസ്റ്റിൻ സജിക്കുട്ടൻ ബാക്ക് ഇറങ്ങിയല്ലോ ഫ്ലൈൻ്റെ അടുത്തുനിന്ന്. എല്ലാരും ഒന്ന് ഇതാവോ? ലെഫ്റ്റിൽ എത്ര പേരെ കണ്ട് സ്പോട്ട് ചെയ്ത്? 5. സേവിയർ റൈറ്റിൽ എത്ര? റൈറ്റിൽ നമ്മൾ 4 പേരെ സ്പോട്ട് ചെയ്ത്. സേവിയർ ആരെങ്കിലും ബാക്കിലോട്ട് ഓടിയാ തിരിച്ച് കാരവാൻ സൈഡിലേക്ക്? എടാ, ആരെങ്കിലും ബുഷിന്റെ അവിടെ ഉണ്ടോ? മറ്റേ ബസിന്റെ അവിടെ. ഓ, ബിലാലിന് ചെറിയ ഹിറ്റ് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കളിക്കാനേ പറ്റാനില്ല. അവന് ഡൗൺലോഡിങ് ഉണ്ട്, അതാണ് PL. അവൻ എന്തോ ഡൗൺലോഡിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടാ. ആരെ കിടന്നത്?
കിടന്നില്ലടാ, ഞാൻ കണ്ടതല്ലോ. ബുള്ളറ്റ് കഴിഞ്ഞ് ധരിച്ച്. പക്ഷെ അവിടെ കിടന്നത് ആര്? അവൻ ഓടല്ലേ ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ട്? അവിടെ ഉണ്ട് വെറുതെ. കളിബീർ അല്ലേ? കളിബീർ ആയിരുന്നല്ലേ? പിന്നെ ഈ റെഡ് കണ്ടെയ്നർ ഇല്ലേ, അതിന്റെ അവിടെ ഒരുത്തം കാണും. അതിന്റെ അവിടെ എല്ലാരും ഒരുത്തം കളിക്കുന്നുണ്ട് എല്ലാ തവണയും. ഉള്ളിലിട്ട് പറയേ, മറ്റേ മൈക്ക് ഒന്നിലിട്ട് പറ, അവന്മാര് കേക്ക് ഉണ്ടാവും, അതായിരിക്കും. ഓക്കെ, 25 മിനിറ്റ് ബാക്കിയപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഡൗൺ ഒന്നുമില്ല. മേ ബി ഇന്നലത്തെ പ്ലാൻ തന്നെ ആയിരിക്കും. SMG ലൈക്ക് എന്താ 15 മിനിറ്റിൽ ക്യാപ്ചറിങ് ഇടുമ്പോൾ അപ്പം തന്നെ പോയി ക്യാപ്ചർ ചെയ്യുന്ന വല്ല പരിപാടി ആയിരിക്കാം. ഓക്കെ 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 ഓക്കെ. ഓ, അടി കൊണ്ടാ. ഓ, കൊണ്ട് എടേ മയച്ച് വിത്ത് 1 HP. SMG അതിശയം മയച്ച്. ഓ, കിട്ടിയോടാ, ഞാൻ പണിയുടെ പൊളിയുമ്പോ പറയടാ. എവിടെ? കിടക്കൊരു ഹൈറ്റും ഉണ്ട്. SMG-ത്തെ ഒരാൾക്ക് ഹൈറ്റും ഉണ്ട്, KTM. പക്ഷെ SMG-ത്തെ ആള് ഞാൻ വീഴാനായി കേട്ടോ ആള്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാലോ. സേവിയറിന്റെ പൊസിഷനൊരു നൈസ് പൊസിഷനാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അടിച്ചെന്ന് തോന്നുന്നു. ഓ, പക്ഷെ എത്തൂല ലോങ്. ഞാൻ റെഡിയാ. അതാ ഈ റൈറ്റ് പൊസിഷൻ ഇറക്കി മതിലിന് തൊട്ടടുത്ത് ക്ലോസ് എടുത്തിട്ടുണ്ട്. എടേ, ഓ ബിലാലിനെ എല്ലാം ഇട്ടുകൊണ്ടുണ്ടല്ലോ. ഇത്രയും ലോങ് എത്താൻ ചാൻസ് ഇല്ല. SMG നൈസായിട്ട് അവരെ ബാക്ക് ഇറക്കി കേട്ടാ. ഈ സ്ഥലം അങ്ങോട്ട് അവർ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ക്യാപ്ചറിങ് കളിക്കാനുള്ള പരിപാടി തന്നെയാവും മിക്കവാറും. ഓ, SMG അല്ല, KTM ഇതിൽ കൂടെ പുഷ് ചെയ്തു. ഓക്കെ, ഓ വീടില്ലാരും. ഗോക്കു. ഓക്കെ, സൺലൈറ്റിനും കിറ്റുണ്ട്. അവിടെ വേറെ കിറ്റുണ്ടായിരുന്നല്ല, ടിയോക്കും കിറ്റുണ്ട്. SMG അല്ല, SMG അല്ല, KTM പെട്ടെന്ന് അങ്ങോട്ട് പുഷ് ചെയ്തു കേട്ടാ. ഇത് തിരിച്ച് അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി. കയ്യിൽ നിന്ന് ലൈസായിട്ട് പോകുന്ന കണ്ടപ്പോൾ ഇറങ്ങി. മിസ്സായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ഒക്കെ ചെയ്ത്. പക്ഷെ പിക്കൊന്നും വീണില്ല. ആരും ഡൗൺ ആയിട്ടൊന്നുമില്ല. ഓ, സേവേജിന് ഇട്ടുണ്ട്. അവിടെ ആളുണ്ടാ? ഓക്കെ, ഇനി 8 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 8 അല്ലല്ലോ, 8 കൂടുതലായി കേട്ടോ. 10 മിനിറ്റ് കണ്ടായി നമ്മൾ സ്റ്റാർട്ടായിട്ട്. ഇനി 21.5 മിനിറ്റ് ബാക്കിയുണ്ട്.
ഫ്ലാഗ് എന്തായാലും ഇവരുടെ സൈഡിലാണ്. ഇപ്പോൾ അറ്റാക്കിംഗ് ടീമിൻ്റെ സൈഡിലാണ് ഫ്ലാഗിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത്. ഇത് ക്യാപ്ചർ ചെയ്യുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഓ ഇവിടുന്ന് കാണാല്ലേ, വെറുതെ അല്ല, പിൻമക്ക് കാണാം. ഓ ഒരു സ്ഥലം ബാക്ക് ഇറങ്ങി കളിക്കുന്ന കേട്ടോ SMG യുടെ. ഓക്കെ 20 minutes ലെഫ്റ്റ്. എടേ വീണ്ടും കിടക്കാൻ തന്നെ ഹിറ്റ്. ഓഗസ്റ്റിനും ചെറുതായിട്ട് കൊണ്ട് ധോണിയുണ്ട്. ലീഡർ ഇറങ്ങിയിട്ടുണ്ടെന്ന് കളിക്കാൻ കിട്ടുന്നില്ല. എന്താ ശരി പോവല്ലേ ഇവിടെ മാൻ പവർ. അവർക്ക് കൊടുത്താടാ ഓ ഫ്ലൈവിയറിന് കൊണ്ടും കിട്ടി. പുറകെ അല്ലേ? ഒരുത്തമാണേല് മെയിൻ വെയർ ഹൗസും ഉണ്ടാവും. എല്ലാവർക്കും നാല് മിനിറ്റും കൂടെ ഇനി ക്യാപ്ചറിങ് ടൈം ആവാൻ വേണ്ടിട്ടപ്പോ എടേ കിടക്കണ്, ആരും കണ്ടില്ല. ഞാൻ കണ്ടു. ഓ ഇവരെല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. എല്ലാവരും ഈ സൈഡിലോട്ട് വന്നേട്ടാ. എനിക്ക് തോന്നുന്നു ഫ്ലാഗ് ക്യാപ്ചറിങ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ആ ടൈമിൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. കുട്ടൻ എന്തിൻ്റെ അകത്താ? എവിടെ? ഓ ഇതിൻ്റെ അകത്താ അവൻ കയറിയാ? ബിലാലിനെ അടിക്കാൻ പറ്റുമോ? ബിലാലിനെ കാണില്ലല്ലേ. ഓ ടിയോ കൂടി ഇങ്ങോട്ട് കയറി വന്ന് എന്താ വന്ന് കിടക്കുന്നു? ബക്കറ്റിലിന്റെ തൊട്ടടുത്തേ കൗണ്ടാക്ക് എന്റെ അടുത്ത് രണ്ടാളെ എടാ ഈ ഫിഫ്റ്റിയിൽ അവിടെ വൺ എടുത്തിരിക്കും, നല്ല അടി കിട്ടി. നാലാള് കോൾ അവർക്ക് കേൾക്കാം, അവരോട് ഇങ്ങോട്ടും കേൾക്കാല്ലേ. നാലാള് മോഡ് കയറടിക്കാൻ നോക്കും മിക്കവാറും അവര്. നാലാള് രണ്ടാളിവിടെ
ഒരു മിനിറ്റും കൂടെ ക്യാപ്ചറിങ് ടൈം അവനപ്പോൾ സേവേജിന് ചെറുതായിട്ട് ഇറ്റും ഉണ്ട്. ടിയോ ഇറങ്ങി. ഓ അതെ എടായി. അയ്യോ കോയ. ഓ മോളിന്ന് എടാ പുഷ് ചെയ്യുന്നു. കറക്റ്റ് ടൈം നോക്കിയിട്ട് കെട്ടിയും പുഷ് ചെയ്ത്. ടിയോ ഗോൾ ഡൗൺ. ആസ്ട്രോട്ടിൽ ടിയോ ഗോളിനെ അടിച്ചിട്ടുണ്ട്. കെട്ടിയും 1 ഡൗൺ. ഓക്കെ കെട്ടിയും അടിച്ചു കയറി വരുന്നു കേട്ടാ. അത് പുഷ് ചെയ്ത് കയറുന്നു. കെട്ടിയും ഒരാൾ ഡൗൺ ആവും ചെയ്തായിരിക്കും. ഓക്കെ ക്യാപ്ചറിങ് ഇട്ടിട്ടോ പക്ഷേ സുജിതിന്റെ അകത്തെല്ലാരും കെട്ടിയ അതിന്റെ പുറത്തും. എടേ എസ് വൈ ഗോക്ക് ഒറ്റക്ക് കയറി വന്ന്. ഓ അവൻ ഹെൽത്ത് അടിച്ച്. ഓക്കെ കെട്ടിയ രണ്ടാമത്തെ ആൾ ഡൗൺ ആയോ. ഓ ഇവിടെ കയറി പുഷ് ചെയ്ത് അന്തോണി ഡൗൺ ആയി കേട്ടോ. ഷൈന് ഡൗൺ ആയി. എടാ കെട്ടിയ മോണിൽ കൂടുതൽ വിടുന്നു. ഓ സേവിയറിന് 3 ആള് 2 ആളൊക്കെ 2 പേരും ഇവിടെ ഡൗൺ ആയി. സേവിയറും പോണ് കലിവിയറും പോണ്. തിന്മക്കെന്താ കത്തലാ. ഓ തിന്മ ഡൗൺ. തിന്മ ഭയങ്കര കത്തല കേട്ടാ. ഓ കെട്ടിയും ബിലാല് മാത്രമേ ഉള്ളൂ ബാക്കി. ഓ കണ്ടിക്കണ് ക്വസ്റ്റ്യൻ. അശാൻ വേഴ്സസ് ബിലാൽ. ഓ പക്ഷെ സേവേജും വന്ന് ബാക്കി. ഓ അശാനെ അടിച്ചു കേട്ടോ ബിലാല്. ഒരു പിക്ക് എടുത്ത്. ഓക്കെ ചേച്ചി ചിലപ്പോൾ ഇട ഇവരെ എണ്ണ എടുത്തിട്ടാണ് കളിച്ച്. നല്ല കളിയായിരുന്നു. സഞ്ജി captured Sandy playing Rush. അപ്പോൾ ജി നല്ല കളിയായിരുന്നു കേട്ടോ. കെട്ടിയും അത്യാവശ്യം പുഷ് ചെയ്ത് കളിക്കാൻ നോക്കി. അവർക്ക് ഇങ്ങനെ ക്യാപ്ചറിങ് ഇതാവുന്നുള്ളൊരു ഇത് വന്നപ്പോൾ പുഷ് ചെയ്ത് കളിക്കാൻ നോക്കി. നൈസായിരുന്നു. അപ്പോൾ ജി